തൃശ്ശൂരിൻ്റെ ഭാഗത്ത് കുറച്ച് മേഖലകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രചരണം മാത്രമാണ്. അതിൻ്റെ അപ്പുറത്തേക്കായി തൃശ്ശൂരിൻ്റെ വളരെ സാധാരണയുള്ള മേഖലയിലൊക്കെ ചെല്ലുമ്പോൾ, കോസ്റ്റൽ മേഖലയിലൊക്കെ ചെല്ലുമ്പോൾ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു ഫാക്ടറി അല്ല എന്നുള്ള, അവിടെ ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാഥമികപരമായുള്ള ആവശ്യങ്ങളും പ്രശ്നങ്ങളും മാത്രമാണ് ചർച്ച ചെയ്യുന്നത്. അദ്ദേഹം തോറ്റെങ്കിലും അന്ന് അദ്ദേഹം പറഞ്ഞൊരു വാചകം ഭയങ്കര വൈറലായിട്ടുണ്ട്, ഞാനിങ്ങ് എടുക്കുക എന്ന് പറയാറുണ്ടല്ലോ. അദ്ദേഹത്തിന് പൊന്തത്തില്ലത്. തൃശ്ശൂർ അങ്ങനെ എടുക്കാൻ നിന്നു കൊടുക്കൂല അല്ലേ? തൃശ്ശൂർ അങ്ങനെ എടുക്കാനൊന്നും പറ്റത്തില്ല. അത് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടോ? പക്ഷേ അദ്ദേഹത്തിന് 2 തോൽവിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് 3ാമത്തെ തവണയാണ് മത്സരം. അത് ശരിയാണ്. പക്ഷേ ഈ അദ്ദേഹത്തിന്റെ പാർട്ടി ഉൾപ്പെടെയുള്ള നേതൃത്വത്തിന് ആൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം അവിടെ വന്നിട്ടും ആളുകളൊന്നും കാണാതെ ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കി തിരിച്ച് തിരുവനന്തപുരത്തേക്ക് കയറി പോയിരുന്നൊക്കെ, രാജീവ് ചന്ദ്രശേഖരൻ്റെ പരിപാടിയിൽ പങ്കെടുക്കും എന്നൊക്കെ പറഞ്ഞ് പോകുന്നതിൻ്റെ ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ആൾക്കൊക്കെ മനസ്സിലായി ഏകദേശം. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, തൃശ്ശൂർ പൊന്തത്തില്ല, തൃശ്ശൂരുള്ളത് ജനാധിപത്യ മതേതര വിശ്വാസികളായ ആളുകളാണ്,